ഹലോ ഗൈസ്, നിങ്ങൾക്ക് വലിയ രീതിയിൽ മോട്ടിവേഷൻ കിട്ടും എന്ന് തോന്നുന്ന ഒരു സാധനങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് ഗൈസ്. എനിക്കത് കണ്ടപ്പോൾ രസമായി തോന്നി, അതുകൊണ്ട് ഷെയർ ചെയ്യണതാണ്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും മോശം ബ്രാൻഡ് എന്ന് ബ്രാൻഡുകളിലൊന്ന് എന്ന് വിലയിരുത്തപ്പെടുന്ന ക്രോക്സ് ചെരുപ്പുകളിലെ CROCS ക്രോക്സ് ചെരുപ്പുകളെ കുറിച്ചാണ് സംഗതി. അതായത് ആ ക്രോക്സ് ചെരുപ്പുകൾ ടൈംസ് മാഗസിനായിട്ട് തോന്നണം ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട 50 ഇൻവെൻഷൻസ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ള ചെരുപ്പുകളായിരുന്നു. അതുണ്ടാക്കിയ ചെങ്ങായിയുടെ പേരെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിലുള്ള ബ്രെയിൻ ഉണ്ടല്ലോ, ആളുടെ ജീവിതത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു സംഗതി തുടങ്ങിയത്. അതായത് ആളുടെ അമ്മ മരിച്ചു, അതുപോലെ വൈഫായിട്ട് ആൾ സ്പ്ലിറ്റായി, ഭാര്യയില്ല, അമ്മയില്ല. അപ്പോൾ മൂപ്പര് ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടെങ്കിൽ നിൽക്കുന്ന സമയത്ത് ആകെ ഡിപ്രഷൻ്റെ ഒരു അവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മൂപ്പരെ ഒരു ട്രിപ്പിന് കൊണ്ടുപോയപ്പം ബീച്ചിൽ കൂടെയൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ വെള്ളത്തിൽ കൂടെയൊക്കെയല്ലേ പോണത്, നടന്നു പോകുകയൊക്കെ ചെയ്യണത്. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ ഷൂ അവരിട്ടിട്ട് അത്ര പോയത്. അപ്പോൾ അവർക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഒരു ചെരുപ്പ് ഉണ്ടാക്കിയാലോ എന്ന്. അങ്ങനെ അവർ ചെരുപ്പുണ്ടാക്കിയിട്ട് അവർ നടന്ന് വിൽക്കുക അത്ര ചെയ്തത്. ഒരു സ്ഥലത്ത് എന്തോ ബോട്ട് റേസിൻ്റെ അങ്ങനെ എന്തോ നടന്ന സമയത്ത് അവർ ചെറിയൊരു സ്റ്റാൾ പോലെ ഇട്ടിട്ട് ആ ചെരുപ്പുകൾ ഇങ്ങനെ നടന്ന് വിൽക്കുക ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താ 200 ജോഡി എന്തോ ചെരുപ്പുകളൊക്കെ അത് പോയായിരുന്നു അത്രേ. ആ ഒരു സ്റ്റാർട്ടിങ് അങ്ങനെയായിരുന്നു എന്ന്. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം രീതിയിൽ ഇങ്ങനെ പോയോണ്ടിരിക്കുക. പക്ഷേ അത് അത്ര ലോകശ്രദ്ധ അല്ലെങ്കിൽ ആളുകളുടെ ഇടയിലേക്ക് ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് മാറിയില്ല. ഏറ്റവും വലിയ 50 വിഡ്ഢിത്തങ്ങളിലെ ഒന്നായിട്ട്, ഇൻവെൻഷൻസിലൊന്നായിട്ട് ടൈംസ് തന്നെ തോന്നണം കേട്ടോ, അതിനെ വിലയിരുത്തി അങ്ങനെ അവസ്ഥയില്ല. അപ്പോഴാണ് കോവിഡ് വന്നപ്പോൾ എന്ത് സംഭവിച്ചില്ല, ഓൺലൈൻ പർച്ചേസിങ് ആളുകളുടെ എണ്ണം കൂടി, ഓവർ ടൈം ആളുകൾ ചെയ്യാൻ തുടങ്ങി. ഹോസ്പിറ്റലിലൊക്കെ നേഴ്സുമാർ ഡോക്ടർമാരൊക്കെ ഇല്ലേ. അപ്പോൾ അവർക്ക് സാധാരണ രീതിയിൽ എന്ന് വെച്ചാൽ കരയിലും വെള്ളത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെരുപ്പ്, ലോ വെയിറ്റ് ചെരുപ്പ് എന്ന രീതിയിലാണ് ക്രോക്സിൻ്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നത്, അതിൻ്റെ സംഗതി ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഓവർ ടൈം ആളുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ വെയിറ്റ് കുറഞ്ഞുള്ള ചെരുപ്പ് അങ്ങനെ ഒരു ലെവലിൽ ക്രോക്സിനെ അവർ ഉപയോഗിച്ച്. അപ്പോൾ ക്രോക്സിൻ്റെ ഇത് കൂടി $2 ബില്യൺ എന്തോ അവർ റെക്കോർഡ് ഇതിലേക്ക് അവരെത്തി. അവരെ സ്പോൺസർ ചെയ്യാൻ, അവരുടെ കൂടെ കൊളാബ് ചെയ്യാൻ വേറൊരു ടീം എത്തി, ഒരു വമ്പൻ മാഗ്നറ്റ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ചെരുപ്പായിട്ട് അവരുടെ ചെരുപ്പ് മാറിപ്പോയി എന്നതാണ് ഗൈസ് അതിൻ്റെ ഒരു സംഗതി. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, അതിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പോയി ചേർക്കണ ഒരു അവസ്ഥയായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഇതിന് കാരണമായി തീരുന്നത്. ക്ഷമയോടെ കാത്തിരിക്കാം, എന്നല്ലെങ്കിൽ നാളെ നമുക്ക് തീർച്ചയായിട്ടും സക്സസ് വരും. അപ്പോൾ നമ്മളൊക്കെ ലൈഫിലൂടെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇപ്പം ഞാൻ എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതി ഇതാണ് ഗൈസ്. അപ്പോൾ എൻ്റെ ഒരു ക്രാഫ്റ്റ് സ്റ്റോറ്, അതേപോലെ തന്നെ എൻ്റെ പാഷൻസ്, എൻ്റെ എഴുത്തുകളായിക്കോട്ടെ, എൻ്റെ പുസ്തകങ്ങളൊന്നും ഒരു പട്ടിച്ചാത്തിനും വാങ്ങലില്ല. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ വടംവലി സംഗതികൾ, അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള സംഗതികളാണ് അല്ലേ. അതുപോലെ യാത്ര ചെയ്യാനൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഞാൻ ആലോചിക്കലുണ്ട്, ഇന്ന് നമ്മളെ ആവശ്യമില്ലാത്ത ആളുകൾ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ വരുന്നുണ്ടായിരിക്കും. നമ്മളെ ഇന്ന് ഇഷ്ടപ്പെടുന്ന കുറച്ചൊരു കൂട്ടം ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവർ നമ്മുടെ വർത്തമാനങ്ങളും നമ്മുടെ വർക്കുകളും ഒക്കെ സംഗതികളൊക്കെ. അപ്പോൾ ഇത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയം എന്താ വെച്ചാൽ, അതിനിടയ്ക്ക് കണ്ടുള്ള ഒരു സംഗതിയാണ് കേസ്. നിങ്ങളൊരു സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു സംഗതിയാണ്, മൂപ്പര് പറഞ്ഞാണ്, നിങ്ങളൊരു കലാകാരനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങളൊരു അധ്യാപകനോ അല്ലെങ്കിൽ പുരോഹിതനാവാനാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് സെറ്റാവില്ല എന്ന്. കാരണം എന്താ വെച്ചാൽ നമുക്ക് കാശ് പറഞ്ഞ് വാങ്ങാനുള്ള സാമർത്ഥ്യം ഉണ്ടാവില്ല. അപ്പോൾ എന്നെ ഒരുപാട് പേര് പറ്റിച്ചിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വർക്ക് അങ്ങനെ വേണ്ട രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനൊന്നും പലപ്പോഴും പറ്റണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതൊരു ബിസിനസ്സിൻ്റെ അങ്ങനെ ഒരു ഇതിൽ നിൽക്കണമെങ്കിൽ വേറൊരു ടാലൻറ്റ് കൂടി വേണം. അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ വലിയൊരു പ്രശ്നം ഇതാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും അയച്ചിട്ടുണ്ട്, ഒന്നല്ലെങ്കിൽ നമുക്കൊരു അങ്ങനെ ഒരു ബിസിനസ് പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രണറിയൽ മൈൻഡ് സെറ്റുള്ള ഒരു പാർട്ട്ണർ എൻ്റെ ലൈഫിലേക്ക് കയറി വരണം. അല്ലെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സുഹൃത്ത് രീതിക്ക് വേണം. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തിടത്തോളം കാര്യം എന്താ വെച്ചാൽ കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നു. അപ്പോൾ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കി വയ്ക്കുന്നു, എനിക്കത് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ആളുകളുടെ അടുത്ത് കാശ് പറഞ്ഞ് വാങ്ങാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വടമലിൻ്റെ വീഡിയോ എടുക്കാൻ പോകുന്നു, ലൈവ് സ്ട്രീം ചെയ്ത് കൊടുക്കുന്നു, പല കമ്മിറ്റിക്കാരനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവർ 10 പൈസ തരാണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കണത്, നമ്മൾ ഈ 3-4 മണിക്കൂർ എങ്ങനെ മിനിമം ഒരു 2.25-3 മണിക്കൂറെങ്കിലും നിന്നിട്ടല്ലേ ഈ സംഗതികളൊക്കെ ചെയ്യണത്. പക്ഷേ എന്നിട്ട് അതിൻ്റെ ഒരു പരിഗണന കിട്ടുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണത് അങ്ങനെ? ആളുകൾ മുതലെടുക്കുകയാണ്, അതാണ് ഒരു സംഗതി. അപ്പോൾ അതിൻ്റെ വിഷമമുണ്ട്. പക്ഷേ എനിക്കത് പറയാനും അറിയില്ല. പക്ഷേ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ എന്തുകൊണ്ട് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മുടെ സ്പേസ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യം. അപ്പോൾ നമ്മളങ്ങനെ മോശമായി പ്രതികരിക്കില്ല എന്നുള്ളതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ആളുകൾ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നമുക്കൊരു ജീവിതമുണ്ട്, നമുക്ക് ഒരുപാട് ബാധ്യതകൾ, കാര്യങ്ങൾ ചെയ്യാണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണ്ടേ. ഹോസ്പിറ്റൽ കേസ്, മരുന്നുകൾ, അല്ലെ നമ്മുടെ ഫാമിലി,
കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങണ്ടേ, അതേപോലെ നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ വണ്ടിയിൽ എണ്ണ അടിക്കണം, ഇത് അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സാധനം വേണം. അതുമല്ല നമ്മൾ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തിട്ട് എത്രയും മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിന് പിന്നാലെ നടക്കുന്നത്. ഇതിനൊക്കെ എത്രയോ 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 വലിയ എമൗണ്ട് വാങ്ങുന്ന ടീംസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ അവരെന്തോ ഒരു ചാവാലിപ്പട്ടിയുടെ ഒരു വില കൂടി തരുന്നില്ല എന്നുള്ളത് കാര്യമൊക്കെ ഒരു എത്തി പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ് ഗൈസ്. അപ്പോൾ എന്താ ചെയ്യാം, അപ്പോൾ അങ്ങനെ കാര്യം. പക്ഷേ ഞാനെപ്പോഴും എന്നെ സ്വയം ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു ദിവസം ക്ലിക്കാവും എന്നാണ്. പക്ഷേ ഇനി എന്ന് ക്ലിക്കാവും. എന്നോട് പലരും പറയുന്നുണ്ട് ഫ്രീ ആയിട്ടൊന്നും ആർക്കും ഒന്നും ചെയ്ത് കൊടുക്കല്ലേ അങ്ങനെ എങ്ങനെയെന്നൊക്കെ. പക്ഷെ എന്തായിരുന്നു വെച്ചാൽ എന്താ ചെയ്യാം, നമുക്ക് ആ സമയത്ത് അങ്ങ് തോന്നുന്നില്ല. ഞാൻ മുമ്പേ അപ്പം ഞാൻ പറഞ്ഞില്ല, കുറേ കൊല്ലം ക്ലാസ് എടുത്തിട്ടുള്ള പരിചയമുള്ള ഒരു മനുഷ്യരാണ്. ഫെലോഷിപ്പുകളൊക്കെ കിട്ടിയിട്ട് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ സ്റ്റേജൊക്കെ എത്തിയിട്ട് ഗോളാക്കിയിട്ട് അല്ലെങ്കിൽ പോകാണ്ടിരുന്നിട്ട് അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ആ സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് ലോകം നന്നാക്കണം, ലോകത്തിലൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരണം, ആളുകളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവായൊരു മാറ്റം കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ചിട്ട് എന്താ വെച്ചാൽ അപ്പോൾ കാശിനൊന്നും വലിയ വിലയില്ലായിരുന്നു. അല്ലെങ്കിൽ കാശല്ല ജീവിതത്തിൽ വലുത് എന്നൊക്കെ ഐഡിയാസാണ്, പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസാണ്, പോസിറ്റീവായിട്ടുള്ള വർത്താന ഇടപെടലുകളൊക്കെ ആണെന്ന് പറയുമ്പോൾ ഇത് ആളുകളിത് വേറെ രീതിയിലെടുക്കുക. നമ്മളൊരാളത് വിനയം കാണിക്കുമ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ ചിന്തിക്കുന്ന മനുഷ്യത്തുള്ള ആളുകൾക്ക് എന്താ വെച്ചാൽ അതൊരു വലിയ കാര്യമായിട്ട് തോന്നുക. പക്ഷേ ഈഗോ ഉള്ള ആളുകൾക്ക് സംബന്ധിച്ചോളം എന്താ പറയുക, അത് നമ്മുടെ ഗതികേടായിട്ട് കഴിവുകേടായിട്ട് അവരെടുക്കുക. അപ്പോൾ ഇവർ നമ്മളെ പരമാവധി ഉപയോഗം ചെയ്യും. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇങ്ങനെ അവരോട് ഇടപഴകുമ്പോൾ നമ്മുടെ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്തുള്ള കുറേ ആളുകളില്ലേ, അവരോട് നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അവർക്ക് നമുക്ക് അവൈലബിൾ ആവാൻ പറ്റാത്ത അവസ്ഥ വരും. അവരെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അവർക്കൊന്നും റിട്ടേൺ ചെയ്ത് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു അവസ്ഥ വരും. സാമ്പത്തികമായിട്ടും മാനസികമായിട്ടുള്ള കെയർ ആയിക്കോട്ടെ ഒക്കെ ആയിക്കോട്ടെ. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ ഗൈസ്. അപ്പോൾ നമ്മുടെ സമയം എന്നൊക്കെ പറയുന്നത് അതിന് കാശിലാണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. ഞാൻ ഇതിനിടയ്ക്ക് ഒരുത്തരൊരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു, മറ്റേ മഞ്ജു പത്രോസിൻ്റെ. കാശ് തന്നെയാണ് ലോകത്തിലെ വലുത്, സ്നേഹമൊന്നുമല്ല എന്നൊക്കെ എനിക്ക് ചില സമയത്ത് തോന്നുന്നുണ്ട് ഗൈസ്. കാശില്ലെങ്കിൽ ഇവിടെ സ്നേഹം കിട്ടില്ല, പാർട്ട്ണറും ഉണ്ടാവില്ല, ഒരു കോപ്പും ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ഈ ഞാൻ ആലോചിക്കുന്നത് എനിക്ക് വരുന്ന അങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് ഒന്നല്ലെങ്കിൽ സാധാരണക്കാരുടെ ഇടയിൽ ജീവിക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര പ്രശ്നം, ഒരു പട്ടിയുടെ വിലയും കൂടി ഉണ്ടാവില്ല. പക്ഷേ നല്ല ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ അവർക്ക് നമ്മളെ ആവശ്യമുണ്ട്. പക്ഷെ അത് വളരെ കുറച്ച് ആളുകളാണെന്ന് മാത്രം. അങ്ങനെയുള്ള ആളുകളിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാലും ഇറ്റ് ടേക്സ് ടൈം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടി വരും. ഇപ്പം എൻ്റെ വീഡിയോസും അങ്ങനെയാണ് പലപ്പോഴും. അത് സാധാരണക്കാരെ സംബന്ധിച്ചോളം അവർ തെറിവിളി, അത് എന്താ കാണിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കൊണ്ട് അതേപോലെ ചില ആൾ വളരെ ഷ്രൂഡ് മൈൻഡ് സെറ്റുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവരൊക്കെ ഭയങ്കര മോശമായിട്ടായിരിക്കും കരുതുന്നുണ്ടായിരിക്കുക. പക്ഷേ അതിൽ എന്തെങ്കിലും സ്പാർക്ക് കാണുന്ന കുറച്ച് ആളുകളും ഉണ്ട് എന്നുള്ളതാണ് സംഭവം. അപ്പോൾ നമ്മളിത് ആർക്ക് വേണ്ടി ജീവിക്കണം അല്ലെങ്കിൽ എന്താണ് സംഗതി എന്നുള്ള സംഭവമാണ്. എന്തായാലും പ്രതീക്ഷകൾക്ക് വഴിയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ഞാൻ പലപ്പോഴും ആയിരിക്കണം എനിക്കൊരു അങ്ങനൊരു പാർട്ട്ണർ എന്ന് വെച്ചാൽ നമുക്ക് എൻ്റെ ഫീൽഡുമായി ബന്ധപ്പെട്ട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടായിരുന്നു എത്ര നന്നായിരുന്നു. അപ്പം സന്തോഷ് ജോർജ് കുള്ള എനിക്ക് ലേബർ ഇന്ത്യ പോലൊരു സംഭവം ചെയ്തപ്പോൾ എനിക്കും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളോട് താല്പര്യമുണ്ട്. എൻ്റർപ്രണറി മൈൻഡ് സെറ്റ് സാധനമുണ്ട്. പക്ഷേ അത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കുന്നുണ്ട്, നമുക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഇത് ആളുകൾ പരമാവധി നമ്മൾ മുതലെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യണം. എന്താ ചെയ്യാം, ഏതാണ് കാര്യം. കാശുണ്ടാക്കണം ലൈഫിൽ. നമ്മുടെ പറയില്ലേ, നിൻ്റെ കഴിവാണ് നിൻ്റെ വഴി, അത് നിന്നെ ചതിക്കില്ല എന്ന്. കഴിവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല ഗൈസ്, അത് ഈ ലോകത്ത് ഷോക്കേസ് ചെയ്യാൻ അറിയണം. എനർജി എവിടെ കൊടുക്കണം എവിടെ കൊടുക്കേണ്ട കാര്യമില്ല എന്നറിയാൻ ഉള്ള ഒരു കഴിവുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും തോന്നുന്നു ഗൈസ്. അപ്പോൾ എനിക്കൊക്കെ പറ്റുകൊണ്ടിരിക്കുന്ന അബദ്ധം ഇതാണ്. അപ്പോൾ ഇത് എപ്പോൾ ശരിയാവും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല ഗൈസ്. അപ്പം എൻ്റെ ക്രാഫ്റ്റിൻ്റെ തന്നെ ഓർഡർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഞാനത് എപ്പോൾ ഉണ്ടാക്കി കൊടുക്കും, എത്ര റേറ്റ് പറയുന്നൊക്കെയാണ്. എനിക്ക് റേറ്റ് പറയാനൊക്കെ ഭയങ്കര മടിയാണ് ഇപ്പോഴും. അപ്പോൾ അതാണ് കാര്യം. എനിക്കൊക്കെ ഒരു മാസം ഒരു 4 ക്രാഫ്റ്റ് ഐറ്റംസ് പോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് കിട്ടും എനിക്ക് സംഭവം. ഞാനത് മീഷോ വഴി വിൽക്കണം എന്നുള്ള ലെവലിൽ വയ്ക്കുക. ആ മീഷോയിൽ സിറ്റി എൻ്റർ ചെയ്യണം നോക്കിയപ്പോൾ അത് എൻ്റർ ചെയ്യാനും പറ്റണില്ല. അപ്പോൾ ഇത് എന്ത് തേങ്ങയോ, എന്നാൽ പിന്നെ ആ ലിങ്ക് ഷെയർ ചെയ്താൽ മതി, പിന്നെ ആളുകൾക്ക് അങ്ങനെ ഓർഡർ ചെയ്യാലോ ബുക്ക് ചെയ്യാലോ. അപ്പോൾ അതും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇതെങ്ങനെ ഡയറക്റ്റായിട്ട് ആളുകളെടുത്ത് ഡീൽ ചെയ്ത് ഇത്ര രൂപ എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേസ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമുണ്ട്. അതുമല്ല നമ്മൾ വേറെ പലതും ആളുകൾ സെക്യൂർ സേഫായി ലൈഫ് എന്ന് പറഞ്ഞ് വിചാരിക്കുന്ന ഒരു സാധനം ഒഴിവാക്കിയിട്ട് നമ്മൾ വന്നുകൊണ്ട് തന്നെ നമ്മൾ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയില്ല, ഈ ഒരു അവസ്ഥയിലൊക്കെയാണ്. എന്താ ചെയ്യാല്ലേ. അതുമല്ല ഞാൻ പലപ്പോഴും ആലോചിക്കേണ്ടത്, എന്നോട് ഇതിനിടയ്ക്ക് ഒരു സുഹൃത്ത് പറഞ്ഞാണ്, നമ്മൾ ഇടപെടുന്ന ഒരു സാധനത്തിൽ ചെയ്യുന്ന ഒരു കാര്യം അത് എത്രയോ എത്രയോ കൂടുതൽ കാശ് വാങ്ങി ചെയ്യുന്ന ടീംസാണ് ഇവിടെ. അതിനിടയിലാണ് ഞാനത് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കണത്. അതുകൊണ്ട് എനിക്കുണ്ടാവുന്ന നഷ്ടങ്ങൾ വളരെ വലുതാണ് കേസ്, വളരെ വലുതാണ്. ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതുവഴി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ ചെയ്യുന്ന ഈ എഫേർട്ടിനൊക്കെ എന്ന് പരിഗണിക്കപ്പെടുന്ന അറിയില്ല കേസ്. എന്തായാലും ലൈഫിൽ ഏറ്റവും വലുത് സ്നേഹമാണ് കാശാണെന്ന് പറയണമെങ്കിൽ ഇന്നത്തെ ഒരവസ്ഥയിൽ മനസ്സിലാക്കുക എന്താ വെച്ചാൽ, ഒരു നല്ലൊരു സുഹൃത്തിനുണ്ടായിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് സുഹൃത്ത് പറഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന സുഹൃത്തായിരിക്കണം. എനിക്ക് അങ്ങനെ ഒരാളുണ്ട് കേട്ടോ. ഇപ്പോൾ കാശില്ല എന്നുള്ള കാര്യമുള്ളൂ, ബാക്കിയൊക്കെ എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഉള്ള കുറേയൊക്കെ ഉള്ള പോലെ എനിക്ക് തോന്നുന്നു. കാശും അതേപോലെ തന്നെ സമാധാനമാണ് ഇല്ലാത്തത്. ഈ രണ്ട് സാധനമാണ് ഇല്ലാത്തത്.
പാട്ടി പൂരം കാണാൻ പോയ പോലെ ഇങ്ങനെ തേണ്ടി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. കയ്യിലാണെങ്കിൽ കാശുമില്ല. ഈ ചെയ്യണ കാര്യങ്ങൾ തന്നെ നല്ല രീതിയിൽ കാശ് വാങ്ങുകയാണെങ്കിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയാത്. പക്ഷേ എന്താ കാര്യം വെച്ചാൽ എനിക്കങ്ങനെ ചോദിക്കാൻ ഭയങ്കര മടിയാണ്. എന്നാൽ ആൾക്കാർ ഇത് കണ്ടറിഞ്ഞ് ചെയ്യുമോ എന്ന് വെച്ചാൽ ചെയ്യണമില്ല. എന്താ ചെയ്യുക? എന്താ നന്നായിട്ടുണ്ട് ഗൈസ്. ഞങ്ങളിത് പറഞ്ഞു, നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ കഴിവുണ്ടെങ്കിൽ എനിക്ക് ചിത്രം വരയ്ക്കാൻ, ഞാൻ അതിന് കണ്ടിട്ടുണ്ടാകും. ചിത്രം വരയ്ക്കാൻ ഒരുത്തന്നെ ഇഷ്ടമുണ്ട്. അവൻ വീട് വെച്ച് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, പലരും പല സാധനങ്ങൾ ഒഴിവാക്കി വന്നിട്ട് ഇപ്പുറത്ത് തട്ടുകട തുടങ്ങുന്ന ആളുകളുണ്ട്. ബാങ്ക് മാനേജറായ ഒരാൾ അത് ഒഴിവാക്കിയിട്ട് തട്ടുകടയാണ് മൂപ്പരിട്ടിരുന്നത്. തട്ടുകടയിൽ അങ്ങനെ അപ്പോൾ സാധാരണക്കാർക്ക് അപ്പം തട്ടുകടയാണ് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. പക്ഷെ അങ്ങനെയല്ല ഗൈസ്, നമുക്കത് അങ്ങനെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അങ്ങനെ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരിക്കണം. അപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കണത് ഒക്കെ റെഡിയാവുമായിരിക്കും അല്ലേ, ഒക്കെ റെഡിയാവുമായിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒരാൾ എൻ്റെ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു എന്താ പറയുക, അന്ന് നമുക്കത് ആ ഒരു എൻ്റർപ്രൈസ് തുടങ്ങല്ലേ, അല്ലെങ്കിൽ മുന്നോട്ട് പോകല്ലേ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ തയ്യാറുണ്ടെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിലൊക്കെ കൊളാബ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. എന്തായാലും എനിക്ക് ഇങ്ങോട്ട് പറയുള്ളത്, ക്രോക്സ് എന്നാണ് നമ്മുടെ സംഗതി തുടങ്ങിയത് അല്ലേ. അപ്പോൾ ക്രോക്സിൻ്റെ ആ ഒരു വളർച്ച ഉണ്ടല്ലോ, അവരുടെ ഒരു സംഗതി, അവർ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ നേരിട്ടുണ്ടായിരിക്കും, അതൊക്കെ വളർന്നു വരുന്ന സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കലാകാരനെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം വലിയ പോസിറ്റീവായ ഒരു വൈബാണ്, എനർജിയാണെന്നാണ് എനിക്കതിൽ പറയാനുള്ള കേസ്. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് ഇത് പറയുന്നത്, നിങ്ങൾ സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ആണെങ്കിൽ പ്ലീസ് ഡോണ്ട് ലൂസ് ഹോപ്പ്, നിങ്ങളുടെ മാവും പൂക്കും.